ഇന്നത്തെ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോ ഇന്റർവ്യൂ പറയാറില്ല. ഇപ്പൊ എന്താ ചെയ്യാൻ പോണേ? നമ്മള് മുന്തിരി ജ്യൂസ് അടിക്കാൻ പോകുന്നു. വെക്കേഷൻ ആയാലുണ്ടല്ലോ പണി തീരെയില്ല. ജോലിക്ക് പോവാണെങ്കിൽ ഈ പണികളൊക്കെ നേരത്തെ കഴിയട്ടോ. കുറച്ച് മുന്തിരി കിട്ടിയിട്ടുണ്ട്, അതൊക്കെ കഴുകി എടുത്ത് ജ്യൂസ് അടിച്ച് വെക്കാമെന്ന് വിചാരിച്ചു ഫ്രിഡ്ജിൽ. അങ്ങനെ അതൊക്കെ കഴുകിയെടുത്ത് പഞ്ചസാരയും വെള്ളം ഒഴിച്ച് മിക്സിയുടെ ജാറിൽ അടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ പാറുമോള് വന്ന് ഹെൽപ്പ് ചെയ്യാനായിട്ട് അങ്ങനെ ഞാൻ ജ്യൂസ് അരിച്ചെടുത്ത് നോക്കിയപ്പോൾ ഉണ്ട് മുന്തിരി ഒന്നും അരഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ വിളിച്ചു ജാറ് മാറിപ്പോയി. അങ്ങനെ അടുത്ത ജാറ് എടുത്തു കേട്ടോ. അങ്ങനെ അതിലും അടിക്കുകയാണ്. അതിലേക്ക് ആവശ്യത്തിന് മുന്തിരികൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതൊക്കെ എടുത്ത് ജ്യൂസ് അടിച്ച് വെച്ചു കേട്ടോ. എന്താ പറയുക, ഫ്രിഡ്ജിൽ നിന്ന് ഐസ് എടുക്കുകയാണ്. അപ്പോൾ കുറച്ച് ഐസൊക്കെ ഇട്ട് ഈ ജ്യൂസ് ഇങ്ങോട്ട് കുടിക്കുമ്പോൾ ഒരു സുഖം ഉണ്ടല്ലോ. ഇത് നമ്മുടെ ഫ്രിഡ്ജിൽ ഐസ് ട്രൈ ആണ് കേട്ടോ. ഈ ഒരു ഷേപ്പ് എനിക്ക് ഇഷ്ടമായി. ഇത് അടിപൊളി സംഭവമാണ്. അപ്പോൾ ഐസൊക്കെ എടുത്തത് ഗ്ലാസ്സിലിട്ട് അതിലേക്ക് തന്നെ ജ്യൂസ് അടിച്ചു കൊടുത്തു. പക്ഷേ ഈ ജ്യൂസിന് എന്തോ കുഴപ്പമുണ്ട് ഗൈസ്. കുഴപ്പമുണ്ടെന്ന് വെച്ചാൽ കുടിക്കാൻ നമുക്ക്, പക്ഷേ ഒരു നല്ലൊരു മുന്തിരിയുടെ ടേസ്റ്റ് ഇതിന് ഉണ്ടായിരുന്നില്ല. മുന്തിരിയുടെ കുഴപ്പമാണെന്ന് അറിയില്ല. അങ്ങനെ ഇനി ഐസ് ട്രേയിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ബാക്കിയുള്ളത് ജ്യൂസും ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഇനി അടുക്കള വൃത്തിയൊക്കെ എടുക്കണമല്ലോ. കറിവേപ്പൊക്കെ രാവിലെ കഴിഞ്ഞു. അങ്ങനെ ഇവിടെയൊക്കെ നന്നായിട്ട് ഉരച്ച് കഴുകുകയാണ്. അങ്ങനെ അതൊക്കെ കഴുകി കഴിഞ്ഞപ്പോൾ അടുക്കള ഉണ്ടല്ലോ നീറ്റ് ആൻഡ് ക്ലീൻ ആയി. ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര സുഖമല്ലേ. എനിക്കിങ്ങനെ അടുക്കള എപ്പോഴും കിടക്കണം കേട്ടോ. അതാണ് അതിൻ്റെ ഒരു സുഖം. അങ്ങനെ അടുക്കളയിലുള്ള എല്ലാ പണികളും കഴിഞ്ഞു കേട്ടോ. എനിക്ക് കാണിച്ചു തരാം. ഇവിടെയൊക്കെ നമ്മൾ കഴുകിയിട്ടുണ്ടായിരുന്നല്ലോ. അതാ കുറച്ച് ഫ്രൂട്ട്സ്, ഇത് മാങ്ങയും പേരയ്ക്കൊക്കെ അമ്മ പറക്കി കൊണ്ടുവച്ചിരിക്കുന്നതാണ് കേട്ടോ. അങ്ങനെ ഇന്നത്തെ കറികൾ എന്തൊക്കെയാണെന്ന് അറിയാം. നമുക്ക് ചക്കക്കുരു, മുരിങ്ങക്കായ്, മാങ്ങയും വെച്ചതാണ്. അതുപോലെ തന്നെ അമ്മ ഇവിടെ ചക്ക ഉപ്പേരി വെച്ചിട്ടുണ്ട്. നമ്മൾ ഇന്നലെ വെച്ച മാമ്പഴ പുളിശ്ശേരി ഉണ്ട്. ഇതൊക്കെയാണ് കേട്ടോ കറികൾ. അപ്പോൾ എല്ലാം കഴിഞ്ഞ് അടുക്കള നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിട്ട് നമുക്ക് ഇനി ബാക്കി പണികൾക്ക് പോകാം. ഇനി അടിച്ചുവാരി തുടച്ച അലക്കൊക്കെ വേണം കേട്ടോ. അങ്ങനെ അടുക്കളയ്ക്ക് തൽക്കാലം ടാറ്റയും പറഞ്ഞ് നമ്മൾ പോവാണ്. ഇനി അകമൊക്കെ നന്നായി അടിച്ചുവാരി തുടയ്ക്കുകയാണ്. ഞാൻ പറയുകയാണ്, ജോലിക്കാണ് പോകുന്നെങ്കിൽ നേരത്തെ കഴിയട്ടെ ഈ പണികളൊക്കെ. വീട്ടിലിരിക്കുമ്പോൾ എത്ര പണിതാലും പണികൾ കഴിയില്ല. അങ്ങനെ അതിൻ്റെ ഇടയിൽ പാറുമോള് ഇവിടെ ചെടികളൊക്കെ നനച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ അവളുടെ ഡാൻസ് ഒക്കെ കാണാട്ടോ. ഇതൊക്കെ ഞാൻ എഡിറ്റ് ചെയ്യുമ്പോഴാണ് കാണുന്നത്. അങ്ങനെ നമ്മളിവിടെ കോണിയിലും കുറച്ച് ചെടികൾ കുഞ്ഞിതായി വെച്ചിട്ടുണ്ട്. ചിലതൊക്കെ വാടിപ്പോയിട്ട് അത് നനച്ചു കൊടുത്തു. അങ്ങനെ ബാക്കി അടിച്ചു വാരുകയാണ്. നന്നായി അടിച്ചു വാരുക. രാവിലെ നമ്മൾ അടിച്ചു വാരും കേട്ടോ. ഒന്ന് ജസ്റ്റ് വിളക്ക് വെക്കുന്നതൊക്കെ മുമ്പ് അതൊക്കെ കഴിഞ്ഞ് ഡീപ്പായിട്ട് അടിച്ചു വരുന്നത്. അതൊക്കെ കഴിഞ്ഞിട്ടാണ് പാറുമോൾ ഇവിടെ കിടന്ന് TV കാണുന്നുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോൾ എല്ലാം അവിടെ നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുകയാണ്. അടുക്കളയൊക്കെ തുടച്ച് കഴിഞ്ഞു കേട്ടോ. വീണ്ടും പാറുമോളുടെ ഡാൻസ് ഞാൻ തുടയ്ക്കുന്നത് കണ്ടിട്ട് അവൾ തുടയ്ക്കുന്ന പോലെ ഡാൻസ് കളിക്കുകയാണ്. എന്തൊക്കെയാണ് ചെയ്യണേലെ. വെക്കേഷൻ ആകുമ്പോൾ പാറുവിന് നേരം പോലും കേട്ടോ. പാവം ഇവിടെ TV കണ്ട് വെറുതെ ഇരിക്കാം. എല്ലാ പണികളും കഴിഞ്ഞപ്പോൾ വയ്യാണ്ടായിട്ടോ. അങ്ങനെ 2 ഗ്ലാസ് ജ്യൂസ് വീണ്ടും എടുത്തു. ഞാനും പാറും മാത്രമേ ഉള്ളൂ കേട്ടോ ഇവിടെ. ബാക്കിയുള്ളവർക്കൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ വീണ്ടും ഐസ് എടുത്തു. ഈ ഐസ് ഡ്രൈവ് അടിപൊളിയാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഉണ്ടെങ്കിൽ കൊടുക്കാം. അങ്ങനെ ഒരു ഗ്ലാസ് ജ്യൂസൊക്കെ കുടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ആശ്വാസം ഉണ്ടല്ലോ. അങ്ങനെ അതൊക്കെ കുടിച്ച് എല്ലാ പണികളും കഴിഞ്ഞ് മുടിയൊക്കെ വാരി നെറുകിൽ കെട്ടി വെച്ച് ഇങ്ങനെ പോയി കിടക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു പ്രത്യേക സുഖം.